ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനകത്ത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ അതായത് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സിനെ നമ്മൾ എന്താണ് നേരെ നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പൊ ഒരു ഉദാഹരണം, ഇത് വരയ്ക്കാനുള്ളതല്ല, ഇത് റെസിസ്റ്റൻസ് ആർ, ഇതിലോട്ട് ഞാനൊരു സെല്ല് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, വിത്ത് ഹെൽപ്പ് ഓഫ് കീ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇതുവഴി പോകും. ഇത് സെല്ല്, ഇത് റെസിസ്റ്റൻസ് 2 ഓം, ഇത് ഒരു 2 വോൾട്ട് ബാറ്ററിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഇക്വേഷൻ എന്താ? V by R ആണോ? ആണല്ലോ. അപ്പൊ V എത്ര ഇവിടെ? 2, R എത്ര ഇവിടെ? 2. അപ്പൊ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയായിരിക്കും? ഓക്കെ, ഏതാ? Q എന്നല്ലേ പറഞ്ഞത്? ഏതാ Q? എന്താ പറഞ്ഞ Q? അഭിനവേ പറഞ്ഞോ? അഭിനവ് പോയോ? അഭിനവേ പറഞ്ഞോ? ഹലോ സാറേ, കേൾക്കാവോ? പറയാം, പറഞ്ഞോ. ഈ നെറ്റ് പോവുകയും വരികയും ചെയ്യാം സാറേ. അത് Q എന്നല്ലേ എടുത്തത്? അല്ല, Q അല്ല, V. I = Q by T എന്ന് പറഞ്ഞ ഇക്വേഷൻ പോലെ ഓംസ് ലോ വെച്ചിട്ട് V = IR എന്നും അവിടുന്ന് വേണേ I = V by R എന്ന് എഴുതത്തില്ലയോ? I ഈ ഇക്വേഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഈ ഇക്വേഷൻ ഇല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എന്താണോ അതിനനുസരിച്ചല്ലേ നമ്മൾ ഇക്വേഷൻ എടുക്കണ്ടേ? ഇവിടെ R ഉം V ഉം തന്നിരിക്കുന്നത്, അപ്പൊ നമ്മൾ എടുത്തു. ഓക്കെ, എന്നാൽ ഇവിടെ ഈ റെസിസ്റ്ററിന് പകരം ഞാൻ 2 റെസിസ്റ്റർ കൊടുക്കും. അതായത് ഇങ്ങനെ, അതായത് ഇവിടെ ഒരു റെസിസ്റ്ററും വീണ്ടും ഒരു റെസിസ്റ്റർ, ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റൻസ് 2 ഓം. അപ്പം നിങ്ങൾക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതുവഴി ഒഴുകുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ രണ്ടെണ്ണം, ഈ 2 റെസിസ്റ്റർ ഇങ്ങനെ മുകളിലും താഴെയായിട്ട് കണക്ട് ചെയ്ത് അത് 2 വോൾട്ട് ബാറ്ററിയിൽ കീയുടെ സഹായത്തോടു കൂടി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, ഇവിടെ നമുക്കറിയാം ഈ കേസിൽ I = V by R. അപ്പൊ V 2 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷെ R എന്തെടുക്കും? ഇവിടെ ഇവിടെ 2 റെസിസ്റ്റർ ഉണ്ട്. ഇപ്പൊ എത്ര? അപ്പം ഇവിടെ 2 റെസിസ്റ്റർ ഉണ്ട്. ഇങ്ങനെയോ? അതായത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് നമ്മൾ റെസിസ്റ്റൻസ് സീരീസ് എന്താക്കി പഠിക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് നേരെ നേരെ കണക്ട് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു രീതിയുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയാണ് കണക്ട് ചെയ്യുന്നത്, അതിനെ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയും. ഇങ്ങനെ രീതിയിലും ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലാണ് നമ്മൾ അതിനെ എടുത്തിട്ട് അതിന്റെ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് I കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് അല്ലേ? ചോദിക്കുന്ന ഡൗട്ടുള്ള ചോദിക്കണം. നമ്മൾ ഒരു റെസിസ്റ്റർ R1 എന്ന് എടുക്കുന്നു, ഒരു റെസിസ്റ്റർ വെച്ചോ R2 എന്ന് എടുക്കുന്നു, അടുത്ത റെസിസ്റ്ററിനെ നമ്മൾ R3 എന്ന് എടുക്കുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ഒരു കീയുടെ സഹായത്തോടു കൂടി ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ കറണ്ട് അറിയാം, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ട് ഒഴുകുന്നത്. അത് മാർക്ക് ചെയ്തു കീ കൊടുക്കുമ്പോൾ, കീ ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻ സീരീസ് കോമ്പിനേഷൻ in series combination, current through each resistor
each resistor is constant, but potential difference into voltage ആണ് potential difference across each resistor is different. അതായത് സീരീസ് കണക്ഷൻ that is I is equal to constant ആയിരിക്കും I is constant ആയിരിക്കും V is എന്തായിരിക്കും different. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ വരുവാണെങ്കിൽ ഇത് ഈ ബാറ്ററി ഒരു I ഉണ്ടാക്കി ആ I കറണ്ട് തന്നെയായിരിക്കും ഇതുവഴി ഒഴുകുന്നത്, ആ I കറണ്ട് തന്നെയായിരിക്കും ഇതുവഴി ഒഴുകുന്നത്, ആ I കറണ്ട് തന്നെയായിരിക്കും ഇതുവഴി ഒഴുകുന്നത്. പക്ഷേ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കത്തില്ല ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കത്തില്ല ഇവിടെയുള്ളത്. അതിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വോൾട്ടിമീറ്റർ കൊണ്ട് കണക്ട് ചെയ്യാം, ഇവിടെയും അതേ റീഡിംഗ് ഉള്ള വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യുക, ഇവിടെ അതേ അളവുള്ള വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യുക. ഇവിടെ കാണിക്കുന്ന വോൾട്ടേജും ഇവിടെ കാണിക്കുന്ന വോൾട്ടേജും ഡിഫറൻറ്റ് ആണ്. മനസ്സിലായോ? അത് സീരീസ് കണക്ഷന്റെ പ്രത്യേകത. സീരീസ് കണക്ഷൻ എപ്പോഴും എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും പക്ഷെ വോൾട്ടേജ് ഡിഫറൻറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് V1, R2 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ ഒഴുകുന്ന വോൾട്ടേജ് V2, R3 ക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V3. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ എടുക്കാം, V is different. Let V1 be the potential difference across R1, V2 be potential difference across R2, V3 be the potential difference across R3. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ആഡ് ആവുന്നത്? V1 V2 V3 ഡിഫറെന്റ് ആണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും? therefore total voltage, total potential difference ആണ്, വോൾട്ടേജ് അല്ല, total potential difference V is equal to V1 plus V2 plus V3 ആണോ? നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് ബൈ ഓംസ് ലോ V is equal to IR ആണ്. അപ്പൊ V1 എന്ത് വരും? I1 R1 എന്ന് എഴുതാം, പക്ഷെ I1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, I എന്താ, I കോൺസ്റ്റന്റ് അല്ലേ? V2 എന്തെന്ന് വരും? V2 ഇത് I1 R1, ഇത് I R2 എന്ന് വരും, V3 എന്ന് വരും? I R3 എന്ന് വരും. കാരണം എന്താ, I1 R1 I2 R2 I3 R3 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എല്ലാത്തിലൂടെ ഒഴുകുന്ന കാരണം എന്ത് തന്നെയാണ്, I തന്നെയാണ് കോൺസ്റ്റന്റ്, അതുകൊണ്ട് ഇങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നോക്കിയേ, ഈ V യുടെ വാല്യൂ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V1 ന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V2 ന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V3 യുടെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ നോക്കിയേ, നമുക്ക് ഇങ്ങനെ വരത്തില്ലേ, IR is equal to IR1 plus IR2 plus IR3. അവിടുന്ന് IR is equal to I കോമൺ എടുത്തു കഴിഞ്ഞാൽ R1 plus R2 plus R3. അങ്ങനെയാണെങ്കിൽ ഈ I കട്ട് ചെയ്ത് കഴിഞ്ഞാൽ RS റെസിസ്റ്റൻസ് ഇൻ സീരീസ്, നമുക്ക് R is equal to എന്തെന്ന് വന്നു, R1 plus R2 plus R3. അതായത് മൂന്ന് റെസിസ്റ്റേഴ്സ് ഒരേപോലെ ഇങ്ങനെ നിരപ്പി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ റെസിസ്റ്റൻസിനെ എല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചില്ലേ, എന്താ ചോദിച്ചത്, ഇങ്ങനെ രണ്ട് റെസിസ്റ്റർ 2 ഓമും 2 ഓമും വന്നു, ഇതിലോട്ട് ഞാനൊരു 2 വോൾട്ട് സെല്ല് കണക്ട് ചെയ്തു, ബാറ്ററി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ കൂടെ ഒഴുകുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? I is equal to V by R ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, V എത്രയാ, 2 വോൾട്ട് ആണ്. R എന്ത് എടുക്കും? അപ്പൊ R നോക്കുമ്പോൾ ഇവിടെ 2 ഓമും 2 ഓമും ഉണ്ട്. ഇത് എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എല്ലാം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, R1 plus R2. അപ്പൊ ഇവിടെ എത്ര, 2 plus 2 4 1/2, അതായത് 0.5. മനസ്സിലായ? ഐഡിയ കിട്ടിയോ? അഭിനവ് ഐഡിയ കിട്ടിയോ? ദിവ്യ ഐഡിയ കിട്ടിയോ? സന ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇത് നമുക്ക് RS എന്ന് കൂടെ കൊടുത്തേക്കാം. RS എന്ന് പറഞ്ഞാൽ എന്താ, RS റെസിസ്റ്റൻസ് ഇൻ സീരീസിന്റെ ടോട്ടൽ RS. അത് R തന്നെയാണ് കേട്ടോ, ഞാൻ RS എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് ആയി. ഈ ടോട്ടൽ റെസിസ്റ്റൻസിനെ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് നോക്കിക്കോണം. അതായത് ഈ RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാണ്, റെസിസ്റ്റൻസ് എന്ന് പറയും, ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇക്വാലന്റ്
റെസിസ്റ്റൻസ് എന്നുള്ളത്. ക്ലിയർ ആണോ? അപ്പം ഇവിടെ if there are n same resistors of resistance are connected in series combination. അപ്പൊ എന്തായിരിക്കും നമ്മള് ഈ n എന്ന് പറയുമ്പോൾ എത്ര n റെസിസ്റ്റേഴ്സ്, അതിന്റെ റെസിസ്റ്റൻസ് എന്താ r, അതായത് r പ്ലസ് r പ്ലസ് r പ്ലസ് r പ്ലസ് r പ്ലസ് r പ്ലസ് ഇങ്ങനെ പോവാ. അപ്പൊ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ? ഇവിടെ എല്ലാത്തിന്റെ റെസിസ്റ്റൻസ് 2 ആ, 1000 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ 2 പ്ലസ് 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 അങ്ങനെ എഴുതേണ്ടത്. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1000 × 2 എന്ന് എഴുതിയാൽ പോരെ അല്ലേ? അപ്പം അവിടെ റെസിസ്റ്റൻസ് സീരീസ് ഇരിക്കുള്ളൂ 1000. ഇവിടെ n ആണ്, n × എന്തെന്ന് എഴുതാം? 6 എന്ന് എഴുതാം. കണ്ടോ? ഓക്കെ. അടുത്തത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ ഇൻ പാരലൽ. അടുത്ത കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പൊ ഞാൻ 3 റെസിസ്റ്ററിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു. നോക്കിയോ, ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഇത് R1 എന്ന് വിളിക്കുന്നു, ഇത് R2 എന്ന് വിളിക്കുന്നു, ഇത് R3 എന്ന് വിളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യാം? ഒരു സെല്ലിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ പോകും വിത്ത് ദി ഹെൽപ്പ് ഓഫ് a key, through a key. ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം, ആദ്യം തന്നെ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ത് ചെയ്യും? കറണ്ട് ഒഴുകും അല്ലേ? ആണല്ലോ. ഇവിടെ ശ്രദ്ധിക്കണം. ഇതുവഴി കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ഈ സീരീസ് കോമ്പിനേഷനകത്ത് എന്തുമായിരുന്നു കോൺസ്റ്റന്റ്? കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ കോൺസ്റ്റന്റും വോൾട്ടേജ് ഡിഫറൻറ്റും ആണ്. എന്നാൽ പാരലൽ കോമ്പിനേഷനകത്ത് എന്തായിരിക്കും അറിയോ? ഇത് നേരെ തിരിച്ചായിരിക്കും. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഡിഫറന്റ് ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? എല്ലാത്തിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഇതിങ്ങനെ എഴുതാം: ഇൻ പാരലൽ കോമ്പിനേഷൻ current potential difference across each resistor is constant, but current through each resistor is different. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. നോക്കിക്കോളൂ, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതുവഴി അതായത് ഇതുവഴി ഒഴുകുന്ന കറണ്ട് കണ്ടോ, ഇവിടെ വന്നിട്ട് കറണ്ട് എന്ത് ചെയ്യുന്നറിയോ? സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ടും ആയിട്ട് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ R1 കൂടെ പോകുന്ന കറണ്ട് I1 ആയിരിക്കും, R2 കൂടെ പോകുന്ന കറണ്ട് I2 ആയിരിക്കും, R3 കൂടെ പോകുന്ന കറണ്ട് I3 ആയിരിക്കും. എന്നാൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V. ശരിയല്ലേ? അതെങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് നോക്കിയാലും, ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് നോക്കിയാലും, ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് നോക്കിയാലും ആ വോൾട്ട്മീറ്ററെ കാണിക്കുന്ന റീഡിംഗ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം: ലെറ്റ് I1 be the current through R1, I2 be the current through R2, and I3 be the current through R3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ത് വരും?
ടോട്ടൽ കറണ്ട് എന്ത് വരും? ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 plus I3 എന്ന് എഴുതാം. നമുക്കറിയാം ബൈ ഓംസ് ലോ I is equal to V by R ആണ്. അപ്പൊ I1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? I1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? V1 by പക്ഷെ V1 എന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ആ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന വോൾട്ടേജ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഓരോ റെസിസ്റ്ററിലൂടെയും പോകുന്ന വോൾട്ടേജ് എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? അപ്പൊ എന്താണ് എടുക്കാം? V. അപ്പം ഇവിടെ V by R1 എന്ന് എടുക്കാം. I2 is equal to എന്താ? V by R2 എന്ന് എടുക്കാം. I3 is equal to എന്താ? V by R3 എന്ന് എടുക്കാം. ഇതിനെ മൂന്നിനെ എവിടെ കൊണ്ട് കൊടുക്കണം? ഇതിനെ I ക്ക് വരെ എവിടെ കൊണ്ട് കൊടുക്കണം? ഇതിനെ I1 വരെ എവിടെ കൊണ്ട് കൊടുക്കണം? ഇതിനെ I2 വരെ എവിടെ കൊണ്ട് കൊടുക്കണം? ഇതിനെ I3 വരെ എവിടെ കൊണ്ട് കൊടുക്കണം? അപ്പൊ നോക്കിയോ ഇത് എങ്ങനെ വരും നോക്കിയോ? V by R is equal to V by R1 plus V by R2 plus V by R2. അങ്ങനെയാണെങ്കിൽ V by R is equal to V കോമൺ എടുക്കുകയാണെങ്കിൽ 1 by R1 plus 1 by R2 plus 1 by R3. ഇവിടെ മുകളിലുള്ള V ആണ്, ഇവിടെ മുകളിലുള്ള V ആണ്, രണ്ടും കട്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് എന്ത് വരും? 1 by R കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 1 by R1 plus 1 by R2 1 by R3. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇതാ വേണ്ടത്. എന്ത് ചെയ്യണം? അപ്പോൾ ഇത് മുകളിൽ പോകണം. ഇത് മുകളിൽ പോകണമെങ്കിൽ ആദ്യം ഇതിനെ LCM എടുക്കണം. LCM എടുത്തിട്ട് ഇതിനെ നേരെ എന്ത് ചെയ്യണം? തിരിക്കണം. തിരിച്ചാൽ മാത്രമേ R കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അത് നമുക്ക് ഒരെണ്ണം ചെയ്ത് കാണിക്കാം, മനസ്സിലാവും. അപ്പോൾ 1 by റെസിസ്റ്റൻസ് ഇൻ പാരലൽ 1 by RP is equal to സാറേ ഒന്ന് മേലോട്ട് എടുക്കാൻ പറ്റുമോ? എഴുതി സാറേ. ഓക്കെ, ഇനി നോക്കിയോ. If there are two resistors in parallel, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by RP എങ്ങനെ കണ്ടുപിടിക്കാം? 1 by R1 plus 1 by R2 കണ്ടുപിടിക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് RP ആ. RP എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിൽ. RP ന്യൂമറേറ്ററിൽ ആക്കണേ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ LCM എടുക്കണം. അപ്പോൾ 1 by RP is equal to ഇതിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 plus R1 divided by എന്താ? R1 R2 വരും. ഇനി എന്താ? ഇനി ഇവിടെ 1 by RP യുടെ ആൻസർ ആ ഇത് വന്നിരിക്കുന്നത്. RP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ നേരെ തിരിക്കണം. അപ്പോൾ ഇതിനെ നേരെ തിരിക്കണം. അപ്പോൾ RP is equal to എന്ത് വരും? R1 R2 divided by എന്താ? R1. ഇനി there are n same resistors in parallel ആയാലും ഒരേപോലത്തെ n resistors parallel ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ എന്താ? അതുകൂടെ എഴുതിയോ. If there are n same resistors of parallel combination, then 1 by RP എന്ന് പറയുന്നത് എന്താ എടുക്കാം? 1 by RP എന്ന് പറയുന്നത് എടുക്കാം 1 by R plus 1 by R plus 1 by R plus എത്ര? ഇങ്ങനെ പോകത്തില്ലേ? അതിന് പകരം നമുക്ക് എന്തെന്ന് എടുക്കാം? 1 by RP is equal to n into 1 by R എന്ന് എടുക്കാം. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ RP കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഇത് 1 by RP n by R എന്ന് വന്നു. അപ്പോൾ RP എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് നേരെ തിരിച്ചിട്ട് R by n എന്ന് വരും. Therefore RP is equal to എന്താ? R by n. എപ്പോഴും നിങ്ങൾ എഫക്റ്റീവ് കണ്ടുപിടിക്കുമ്പോൾ പാരലൽ കണ്ടുപിടിച്ചതിനെ LCM എടുത്ത് തിരിച്ചിടാൻ നോക്കണം. എന്നാലേ RP കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. ഹെഡിങ് എഴുതിക്കോ, ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. എഴുതിയില്ലെങ്കിൽ പറയണേ. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയാം. എന്താ ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിസിറ്റി വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ്. ശരിയല്ലേ? നമ്മള് ശരിക്കും ടി വി ഒക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ കൺസ്യൂം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിക്കാണ് നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത്. ഒരു യൂണിറ്റ് കറണ്ട് 6 രൂപ. നമ്മൾ 2 മാസം ഇടവിട്ടാണ് കറണ്ട് ബില്ല് വരുന്നത്. 2 മാസം നമ്മൾ 500 യൂണിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ 500 × 6 എത്ര? 3000 രൂപ നമുക്ക് 2 മാസത്തേക്ക് കറണ്ട് ബില്ലാവും. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും പവറുമായിട്ടല്ല. പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഈസിക്കൽ വർക്ക് ബൈ ടൈം ആണ്. ശരിയാണോ? ആണല്ലോ? ആണോ? ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവറിനകത്ത് ആദ്യം പവർ നേടിക്കുക. ബാക്കി ഞാൻ പറയാം. പവർ നേടിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഓർഡറിലല്ലേ പഠിപ്പിക്കുന്നത്? പവർ നേടിക്കുക. പവർ ഇത് ഇലക്ട്രിക്കൽ പവർ എന്നാണ് കേട്ടോ. ഇത് നമ്മൾ ഇലക്ട്രിക്കൽ പവറുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ പവർ ആണ്. ഇലക്ട്രിക്കൽ പവർ അതായത് it is defined as the rate of doing work. Doing work. That is, power is equal to work by time. Okay ആണല്ലോ? Okay. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചേ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മള് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോൺ വർക്ക് ചെയ്യുമ്പോൾ എത്രയാണോ വർക്ക് ചെയ്യുന്നത് അത്രയും ആരോന്റെ ശരീരം എന്ത് ചെയ്യും? അനങ്ങുമ്പോ ശരീരത്തിന് എന്ത് മാറ്റം വരുന്നത്? എനർജി. എന്ത് എനർജി ആയിരുന്നു? എന്ത് എനർജി ആയിട്ടാ പോകുന്നത്? ജോലി ചെയ്യുമ്പോൾ എന്ത് എനർജി ഉണ്ടാകും ശരീരത്തിൽ? നല്ലതായിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ എന്ത് എനർജി ഉണ്ടാകും? എനർജി ഉണ്ടാകത്തില്ല. ഉണ്ടായി പോവാ. അപ്പൊ ഉണ്ടായിട്ടാണല്ലോ പോകുന്നത്. എന്ത് എനർജി ഉണ്ടാകും? നല്ലതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് എനർജി ഉണ്ടാവും? അഭിനവേ? മസിൽ പവർ. എനർജി എന്തുണ്ടാവുന്ന ചോദിച്ചാൽ അത് അതിനേക്കാളും നല്ലതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് എനർജി ഉണ്ടാവും എന്നാ ചോദിച്ചത് നമ്മുടെ ശരീരത്തിൽ. നീ നല്ലൊരു ജോലി ചെയ്യുമ്പോഴേക്കും നിന്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു? അതുപോലെ സ്വെറ്റ് വരും. സ്വെറ്റ് എന്തുകൊണ്ടാ വരുന്നത്? സ്വെറ്റ് കാർബൺ ഡൈ പെട്ടെന്ന് ബോഡി കൂൾ ചെയ്യും. മനസ്സിലായോ? സ്വെറ്റ് എന്തുകൊണ്ടാ വരുന്നത്? ബോഡി ടെമ്പറേച്ചർ കൂൾ ചെയ്യും. ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എനർജിയാണ്? ഹീറ്റ് എനർജി ആണോ? അപ്പൊ നീ ഒരു നിന്റെ ശരീരത്തിൽ എന്ത് എനർജി ഉണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി ഉണ്ടാകുന്നതുകൊണ്ടാണ് നിന്റെ ശരീരം വിയർക്കുന്നത്. ആ ഹീറ്റ് എനർജിയാണ് നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്, ആവിയായിട്ട് അല്ലെ വേർപ്പായിട്ട്. ആണോ? ആണ്. അപ്പൊ നീ എത്ര വർക്ക് ചെയ്യുന്നോ അത്ര ഹീറ്റ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ എന്ന് എഴുതാം? ഹീറ്റ് എനർജിക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പം നമുക്ക് വർക്ക് ഡൺ ഈസ് stored
as heat energy. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം, W is equal to എഴുതാം, W is equal to H എന്ന് എഴുതാം. ശരിയല്ലേ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിനെ എങ്ങനെ എഴുതാം? W/T എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? H/T എന്ന് എഴുതാമല്ലോ. എഴുതാവോ? എഴുതാവോടെ? എഴുതാം. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഇക്വേഷൻ വർക്കിന്റെ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഇക്വേഷൻ. വി ഹാവ് പൊട്ടൻഷ്യൽ V is equal to W/Q പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് V into Q എന്ന് പറഞ്ഞാൽ എന്താ? W ആക്കാമല്ലോ. അതായത് W is equal to എന്താ? V into Q. ആണോ? ഇതിനെ വേണം ബ്രാക്കറ്റിൽ H is equal to V into Q എന്ന് വേണമെങ്കിൽ എടുക്കാം. എടുക്കാവോ? കാരണം എന്താ? H W എന്താ? സെയിം ആണ്. ഇനി ഇവിടെ W is equal to ഞാൻ V നെ അവിടെ വെച്ചിട്ട് Q നെ ഞാൻ എന്താക്കാൻ പോകുന്നത് അറിയാമോ? അല്ല, V is equal to Q നെ ഞാൻ നമുക്കറിയാം I is equal to, അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, I is equal to Q/T എന്ന് കൊടുക്കാൻ പോവാ. I is equal to Q/T ആണോ? അവിടുന്ന് Q is equal to എന്താ? I into T അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? W is equal to എന്താ വരും? W is equal to എന്താ? V into I into T എന്ന് വരുമല്ലോ. ഇത് വർക്കിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതും ചില്ലിട്ട് വെക്കണം, ഇതും ചില്ലിട്ട് വെക്കണം. ഇതിന്റെ ബ്രാക്കറ്റിൽ എന്താ എഴുതണം? H is equal to എന്താ എഴുതാം? VIT എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ V is equal to IR ആണോ? പഠിച്ചിട്ടുണ്ടോ? V is equal to IR. അങ്ങനെയാണെങ്കിൽ ഈ V ക്ക് പകരം IR ഇതിനകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ W is equal to എന്താന്ന് വരും? IR into എന്താ? I into T എന്ന് വരും. ആണോ? അങ്ങനെയാണെങ്കിൽ W is equal to നമുക്ക് എന്താ എഴുതാം? I square R into T എന്ന് എഴുതാം. ആണോ? ഇത് W ന്റെ അടുത്ത ഇക്വേഷൻ. ഇത് എന്ത് തന്നെയാ? H is equal to എന്താ? I square R T എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി നമുക്ക് അറിയാവുന്ന ഐയുടെ വേറെ ഇക്വേഷൻ I is equal to V/R എന്ന് പറയുന്ന ഇക്വേഷൻ ആണല്ലോ. ഉണ്ടല്ലോ. അതിനെ ഞാൻ ഇവിടോട്ട് കൊണ്ട് കൊടുത്താലോ? I is equal to V/R എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതിനകത്തോട്ട് കൊണ്ട് കൊടുത്താലോ? അപ്പൊ എന്താ വരും? നോക്കിയോ, W is equal to എന്താ വരാം? V square by R square into R into T എന്ന് വരും. ആണോ? കാരണം എന്താ? ഇവിടെ I square അപ്പം ഇത് V square by R square ആവും. അപ്പൊ ഈ R square ഈ R കട്ട് ചെയ്ത് കഴിഞ്ഞാൽ W is equal to വരും? V square by R into T. W ന്റെ അടുത്ത ഇക്വേഷൻ. ഇത് തന്നെയാണ് ഹീറ്റിന്റെ ഇക്വേഷൻ. H is equal to എന്താ? V square by R into T. തെറ്റാണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് പറഞ്ഞ സന, നിരഞ്ജൻ, സന, അതേപോലെ തന്നെ എന്താ ദിവ്യ, പിന്നെ അഭിനവ്. Yes sir. ഓക്കെ, അഭിനവേ ക്ലിയർ. ഇനി പവർ ഞാൻ ഒന്നുകൂടെ കണ്ടുപിടിക്കാൻ പോവാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലായിരുന്നോ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലായിരുന്നോ? അഥവാ ഹീറ്റ് ബൈ ടൈം അല്ലായിരുന്നോ? വർക്കിന് ഇപ്പൊ നമ്മൾ എത്ര ഇക്വേഷൻ കണ്ടുപിടിച്ചു? 3 ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? 3 അല്ല 4 എണ്ണം അല്ലേ? 1 2 3 4 എണ്ണം. ഓക്കെ, ഞാൻ ഇതെല്ലാം പവറിന്റെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാൻ പോവാ. അതായത് പവറിന്റെ വർക്കിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താ? V into Q divided by T ആണ്. ആണല്ലോ. അപ്പൊ ഈ Q/T എന്ന് പറയുമ്പോൾ എന്ത് വരും? Q/T I ആ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? V into I. ആണല്ലോ. ഇനി പവറിന്റെ അടുത്ത ഇക്വേഷൻ എന്താണ്? W/T ക്ക് പകരം W ന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? W ന് പകരം അടുത്ത എന്താ? വർക്കിന്റെ അടുത്ത ഇക്വേഷൻ എന്താ? വർക്കിന്റെ അടുത്ത ഇക്വേഷൻ എന്താണ്? ഇവിടെ ഇത് എഴുതല്ല, ഇതിന് പകരം എന്ത് എഴുതാൻ? പവറിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താ നമ്മൾ കണ്ടുപിടിച്ചേ? V into Q കഴിഞ്ഞിട്ടുള്ളത് വർക്കിന്റെ VIT divided by T. ഈ T പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരും? PI. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു എന്താ? V into I ആണ്. പവർ ഈസ് ഈക്വൽ ടു V
V into I. അത് ഒന്ന് ചെയ്തിട്ട് വെക്കുക. അടുത്ത വർക്കിംഗ് ഇക്വേഷൻ എന്താ നമ്മൾ കണ്ടുപിടിച്ചേ? അടുത്ത വർക്കിംഗ് ഇക്വേഷൻ എന്താ കണ്ടുപിടിച്ചേ? പവർ ഈസ് ഈക്വൽ ടു വർക്കിംഗ് ഇക്വേഷൻ I സ്ക്വയർ RT ബൈ T അല്ലേ? ഈ ടിയും ടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ എന്ത് വരും? I സ്ക്വയർ R വരും. ആണോ? ആണോ? അടുത്ത പവറിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ കണ്ടുപിടിച്ചേ? V സ്ക്വയർ ബൈ R ഇൻറ്റു T ആണ്, ഡിവൈഡഡ് ബൈ T. അപ്പോഴും ഈ ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ എന്താ? V സ്ക്വയർ ബൈ R. ആണോ? ആണോ? അപ്പം പവറിനും മെയിൻ ആയിട്ടുള്ള ഹീറ്റിനും മൂന്നായിട്ടുള്ള മെയിൻ ഇക്വേഷൻ കിട്ടി, പവറിനും മൂന്നായിട്ടുള്ള മെയിൻ ഇക്വേഷൻ കിട്ടി അല്ലേ? ശരിയല്ലേ? നോക്കിയേ, നമുക്ക് നോക്കാം. ഇവിടെ ഓവറോൾ ആയിട്ട് ഇക്വേഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഓവറോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും പവറിന്റെ? ആദ്യം ഹീറ്റ് വർക്കിന്റെ എഴുതാം. വർക്ക് ഈസ് ഈക്വൽ ടു VIT ഉണ്ട്, വർക്ക് ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT ഉണ്ട്, വർക്ക് ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഇൻറ്റു T ഉണ്ട്. ആണല്ലോ? ഇതിന്റെ തന്നെ പവർ വരുമ്പോൾ എന്ത് വരും? വർക്കിന്റെ അകത്ത് ടി മാറ്റി കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു എന്താ? V ഇൻറ്റു I ആണ്. പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ R ആണ്. പവർ ഈസ് ഈക്വൽ ടു എന്താ? V സ്ക്വയർ ബൈ R. അതായത് വർക്കിന്റെ ഇക്വേഷൻ അഥവാ ഹീറ്റിന്റെ ഇക്വേഷനകത്തുനിന്ന് ടി മാറ്റി കഴിഞ്ഞാൽ എന്ത് വരും? എന്ത് വരും? ടി മാറ്റി കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ ഇവിടെ VIT ആ, ഇവിടെ എന്തില്ല? ടി ഇല്ല. ഇവിടെ I സ്ക്വയർ RT ആ, ഇവിടെ എന്തില്ല? ടി ഇല്ല. ഇവിടെ V സ്ക്വയർ ബൈ R ടി ആ, ഇവിടെ എന്തില്ല? ടി ഇല്ല. കണ്ടോ? ഇതായിരിക്കും ഓവറോൾ ഇക്വേഷൻ. ഇത് പഠിക്കണം. സാറേ അത് W/T ആയതുകൊണ്ടാണോ പിക്ക് ടി ഇല്ലാത്തത്? അപ്പൊ W/T എന്ന് വരുമ്പം ഹോൾ ടി ആകാം, എന്ന് വെച്ചാൽ V സ്ക്വയർ എന്ന് വെച്ചാൽ I സ്ക്വയർ R T ബൈ T ആകും, അങ്ങനാണോ? അതാണല്ലോ അപ്പുറത്ത് ചെയ്തിട്ടില്ലേ? അത് നീ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട്. അതായത് അതിവിടെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? അത് ഡയറക്ട്ലി ഇങ്ങനെ P എഴുതിയപ്പോ മനസ്സിലായില്ലായിരുന്നു. നമ്മളിപ്പോ എന്തുവാ പറഞ്ഞത്? നമ്മൾ ചെയ്തതിന്റെ ഓവറോൾ ഇക്വേഷൻ എടുത്ത് എഴുതുവാന്ന് പറഞ്ഞല്ലേ എഴുതി? അപ്പൊ പിന്നെ വീണ്ടും ചെയ്തത് എടുത്ത് എഴുതണം അവിടെ. ഇത് ഓൾറെഡി ചെയ്തത് കാണിച്ചു എങ്ങനെയാ വന്നതെന്ന്. അതിന്റെ ഓവറോൾ ഇക്വേഷൻ എടുത്ത് എഴുതിയതാ. കണ്ടോ? ഇത് എഴുതിയില്ലേ? ഇതൊന്നും എഴുതിയില്ലേ നീ? എഴുതി. ഓക്കെ, ഇനി എഴുതിക്കോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ. അടുത്ത ഹെഡിങ് എഴുതിക്കോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ. SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. വാട്ട്സ് ഡിനോട്ടഡ് ബൈ ലെറ്റർ W. ഇനി ഹയർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ കിലോ വാട്ട് ഉണ്ട്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ 1 kW എന്ന് പറയും. അത് എപ്പോഴും 1000 വാട്ട് ആയിരിക്കും. 1000 വാട്ട്സ് ആയിരിക്കും. അതേപോലെ 1 മെഗാവാട്ട് എന്ന് പറയുന്നത് 1 മെഗാവാട്ട് 1 ക്യാപിറ്റൽ M ക്യാപിറ്റൽ W. മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ W ആണ്. ഈക്വൽ എത്രയാ? 10�6 വാട്ട്സ്. അതേപോലെ തന്നെ 1 ഗിഗാവാട്ട് എന്ന് പറയുന്നത് 1 GW എന്ന് പറയുന്നത് 10⁹ വാട്ട്സ് ആയിരിക്കും.
അപ്പം പവറിന്റെ യൂണിറ്റ് വാട്ട് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം ആണല്ലോ. വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അങ്ങനെയാണ് ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാട്ട്. അപ്പം 1 വാട്ടിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. 1 വാട്ടിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്താ എഴുതേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ വിയുടെ യൂണിറ്റ് വോൾട്ട് ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. വോൾട്ട് ഇൻറ്റു ആംബിയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വാട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമുക്ക് വാട്ട് ഡിഫൈൻ 1 വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഇലക്ട്രിക്കൽ പവർ കൺസ്യൂംഡ് വെൻ കറണ്ട് ഓഫ് 1 ആംബിയർ ഫ്ലോസ് ത്രൂ എന്താണ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ. 1 watt is the electrical power consumed when a current of 1 ampere flows through a circuit having a potential difference of 1 volt. ഇനി ഇത് നമ്മുടെ നോർമൽ യൂണിറ്റ് ആണ്. നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ എന്നാണ്. നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് 1 കിലോ വാട്ട് അവറിലാണ്. അതായത് 1 കിലോ വാട്ട് പവർ ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾ 1 അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 യൂണിറ്റ് കറണ്ട് ആവും. ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് പറയാം. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. Commercial unit of electrical energy. Commercial unit of electrical energy. Commercial unit of electrical energy എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ഒന്നെങ്കിൽ വാട്ട് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്തിലാണ് കണ്ടുപിടിക്കുന്നത്? എനർജി എന്തിന്റെ? നീ ഒരു ടി വി വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് എനർജിയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ എന്ത് എനർജിയാണ്? ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്ക് ഡണിനനുസരിച്ച് വേണം നിങ്ങൾ കണ്ടുപിടിക്കുക, അതായത് ഹീറ്റിനനുസരിച്ച്. അപ്പൊ നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം ആണ്, അല്ലേ? ആണോ? അതിപ്പോ ഹീറ്റ് ബൈ ടൈം എഴുതണ്ട, വർക്ക് ബൈ ടൈം. അവിടുന്ന് വർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? പവർ ഇൻടു ടൈം. ഈ വർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നീ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പേ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുമ്പോൾ വർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നീ ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിട്ടാ വരുന്നത്? എനർജി ആയിട്ടാണ് മാറുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എടുക്കാം, W is equal to P into T. ഇപ്പൊ P ന്റെ യൂണിറ്റ് എന്താ? ഈ W എന്ന് പറയുമ്പോൾ വർക്ക് ആട്ടോ, വാട്ട്സ് അല്ല, വർക്കാണ് കേട്ടോ. വർക്കാന്ന് പറയുമ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഴുതിക്കൊണ്ട് എടുത്തത്. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട് അല്ലേ? ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് എന്താ? ടൈം ഇൻറ്റു സെക്കൻഡ് അല്ലേ? അപ്പം എന്താണ് വാട്ട് സെക്കൻഡ് ആണ് ശരിക്കും എന്താണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. ഇത് മാത്രമല്ല കിലോ വാട്ട് അവറും വരും, അതായത് കിലോ വാട്ട് അവർ. other commercial unit is kilowatt hour. ഈ കിലോവാട്ട് അവറിലാണ് നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതി ബില്ലിൽ 1 യൂണിറ്റ് കറണ്ട് എന്നാണ്, 1 യൂണിറ്റ് കറണ്ട് എന്നാണ്. ഈ 1 കിലോവാട്ട് അവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 1000 വാട്ട്സ് 1 മണിക്കൂർ ഇൻറ്റു 1 അവർ ഉപയോഗിക്കുവാണെങ്കിലാണ് നിങ്ങൾക്ക് 1 യൂണിറ്റ് കറണ്ട് ആവുന്നത്. ആണോ? അല്ലെ? 1000 വാട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ടിവിക്ക് ഒരു 200 വാട്ട്സ്, AC-ക്ക് ഒരു 300 വാട്ട്സ്, ഫ്രിഡ്ജിന് ഒരു 300 വാട്ട്സ്. 300 200 ഫാനും ലൈറ്റ്, ഇത് ഫ്രിഡ്ജാണ്. എന്താണ് ഫാനും ലൈറ്റും എല്ലാം കൂടെ ചേർത്തിട്ട്, ഫാൻ ആൻഡ് ലൈറ്റ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 200 വാട്ട്സ്. അപ്പൊ ടോട്ടൽ എത്ര വാട്ട്സ് ആയി?
1000 ആയില്ലേ? ഇത്രയും ഉപകരണങ്ങൾ നിങ്ങൾ 1 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 യൂണിറ്റ് കറണ്ട് ആവും. അതാണ്. അപ്പോൾ ഇത്രയും ഉപകരണങ്ങൾ 1 മണിക്കൂർ ഒരേ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ 1 യൂണിറ്റ് കറണ്ട് ആവും. 1 യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റിന്റെ കറണ്ടിന് 6 രൂപയാണെങ്കിൽ നിങ്ങൾ 1 യൂണിറ്റ് കറണ്ടിന് 6 രൂപ ഇത്രയും 1 മണിക്കൂർ പ്രവർത്തിക്കുന്നതിന് അടക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ വാട്ട് സെക്കൻഡും ഉണ്ട്, അതേപോലെ തന്നെ ബിഗർ യൂണിറ്റ് കിലോ വാട്ട് അവറും ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതും കൂടെ ഒന്ന് എഴുതിയിട്ടേ. ഇനി ഇങ്ങനൊരു കൺവേർട്ട് 1 കിലോവാട്ട് അവർ ടു ജൂൾ. നമുക്കറിയാം 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് ഇൻറ്റു 1 അവർ എന്നാണ്. 1 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ടാണ്. 1 അവർ എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ് ആണ്. ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3600 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 3,60,000 അല്ല 3,60,000 5 വരും. 1 2 3 4 5 1 2 3 4 5 അപ്പോൾ 36 ലക്ഷം അല്ലേ? അത്രയും എത്രയാ? വാട്ട് സെക്കൻഡ് ആണ്. ഓക്കെ, 36 ലക്ഷത്തിന് നമുക്ക് 3.6 ഇൻറ്റു 10 റൈസ് ടു 3.6 ഇൻറ്റു 10 റൈസ് ടു 6 എന്ന് എഴുതാം. ഈ വാട്ട് സെക്കൻഡിനെ വാട്ട് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജൂളാണ്. നമുക്ക് ജൂൾ എന്ന് എഴുതാം. അപ്പൊ നോക്കി 1 കിലോ വാട്ട് അവർ എത്ര ജൂളായി? 3.6 ഇൻറ്റു 10 റൈസ് ടു 6 ജൂളാണ്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വാട്ട് അവറും കിലോ വാട്ട് അവറും. അല്ല, വാട്ട് അവറും കിലോ വാട്ട് അവർ ഞാൻ പഠിപ്പിച്ചു. വാട്ട് അവറും കൂടെ എഴുതിക്കും. വാട്ട് അവറിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതി. വാട്ട് അവറും കൂടെ എഴുതിക്കും. It is the electrical energy consumed. Electrical energy consumed by an electrical appliances
electrical appliances of power 1 watt when it is used for 1 hour. അതായത് 1 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് 1 മണിക്കൂർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് വാട്ട് അവർ എന്ന് പറയുന്നത്. 1 വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 3600 ജൂൾ ആയിരിക്കും. അതുപോലെ 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എത്ര ജൂൾ ആയിരിക്കും? 3.6 × 10⁶ ജൂൾ ആയിരിക്കും. ഈ ജൂൾ എങ്ങനെ ആണെന്ന് അറിയാമോ? ഈ വാട്ട് ഇൻറ്റു സെക്കൻഡ് നിങ്ങൾക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണല്ലോ. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ബൈ സെക്കൻഡ് എന്നല്ലേ എഴുതുന്നത്? ഇവിടെ ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇൻറ്റു സെക്കൻഡ് ഈസ് ഈക്വൽ എന്ന് വരും, ജൂൾ എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ വാട്ട് ജൂളിനെ ഓക്കെ ആണല്ലോ. വേണ്ടാണ് നെറ്റ് വരെ കാണാൻ ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. പവർ റേറ്റിംഗ് ഓഫ് കോമൺ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. പവർ റേറ്റിംഗ് ഓഫ് കോമൺ electrical appliances. സേറ ഒരു 7:30 ആകുമ്പോൾ ജോയിൻ ചെയ്താൽ മതി. സേറ 7:30. ഓക്കെ. പവർ റേറ്റിംഗ് ഓഫ് കോമൺ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അപ്പോൾ നോക്കിക്കോളൂ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം 200, നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഉപകരണങ്ങൾക്കെല്ലാം കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്നറിയോ? 220 to 240 ആയിരിക്കും. എന്നാൽ പല ഡിവൈസും പല വാട്ട്സിലാണ്. മനസ്സിലായോ? ചിലപ്പം ഈ ഹീറ്റർ, അതേപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC ഒക്കെ ഇതൊക്കെ പവർ കൂടുതൽ വാട്ട്സിലാണ് അല്ലേ? നേരെ മറിച്ച് ലൈറ്റ്, ഫാനൊക്കെ ഇപ്പം ഇതിന്റെ 15 വാട്ട്സാണ്. ഇപ്പൊ ഈ LED ട്യൂബിന് 15 വാട്ട്സേ ഉള്ളൂ. 15 വാട്ട്സ് പവർ അടിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് എഴുതിക്കോ, ഒരു ഡോട്ട് എഴുതിക്കോ. Generally an electrical appliance such as electric bulb, geyser, heater, etc. is rated with its power and voltage. നിങ്ങൾ ഏതൊരു ഉപകരണം നോക്കുകയാണെങ്കിൽ അതിലൊരു ബോക്സിനകത്ത് അതിന്റെ പവറും അതിന്റെ വോൾട്ടേജ് റേറ്റിംഗും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു ഇലക്ട്രിക് ബൾബ്, ഇപ്പൊ നമ്മുടെ നോർമൽ മറ്റേ ഹാലജൻ ബൾബില്ലേ, ഓറഞ്ച് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബ്, ആ ബൾബ് വർക്ക് ചെയ്യുന്ന ആ ബൾബിന്റെ റേറ്റിംഗ് ചിലപ്പോൾ ഇലക്ട്രിക് ബൾബ് ഫിലമെന്റ് ബൾബ് എന്നല്ല, ഫിലമെന്റ് ബൾബിന് അതില് 100 വാട്ട്സ് എന്നും അല്ലെങ്കിൽ 60 വാട്ട്സ് ഉണ്ട്, 100 വാട്ട്സ് ഉണ്ട്, ഓരോ പവർ കൂടിയുള്ള ഒക്കെ ഉണ്ട്. ജനറലി ഞാൻ 100 വാട്ട്സ് 220 വോൾട്ട് എന്ന് അതേ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. എഴുതണം. From the rating of an appliance, we can calculate the following two quantities. ഒന്ന് resistance of its filament. രണ്ട്
the safe limit of current, the safe limit of this current. അതായത് ആ ഫിലമെന്റ് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് ആ റേറ്റിംഗ് വെച്ച് കണ്ടുപിടിക്കാം. അതേപോലെ അതിലൂടെ എത്ര കറണ്ട് ഒഴുകാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഇതിന് വേണം ബ്രാക്കറ്റ് ഇട്ടോ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി ഐ. ഐ കണ്ടുപിടിക്കുന്നത് ഐ ഈസ് ഈക്വൽ ടു എന്താ നമുക്കറിയാം, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എന്താ പി ബൈ വി വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇത് കണ്ടുപിടിക്കാം. ശരിക്കും ഇത് രണ്ടും മതിയല്ലോ റെസിസ്റ്റൻസും വോൾട്ടേജും കണ്ടുപിടിക്കാൻ, അല്ല കറണ്ട് കണ്ടുപിടിക്കാൻ. നോക്കിയേ, ഇവിടെ പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഈ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ അല്ലെങ്കിൽ ഐ ഇവിടെ ഉള്ള പവർ ഡിവൈഡഡ് ബൈ ഈ വോൾട്ടേജ് 100 ഡിവൈഡ് ബൈ 220 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? അപ്പം ഇത് വെച്ചിട്ട് റെസിസ്റ്റൻസും ഇത് വെച്ചിട്ട് സേഫ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ സേഫ് ലിമിറ്റ് നമുക്ക് ഐ നമുക്കിപ്പോ ഒരു 0.5 ആയിട്ടാണ്. അപ്പൊ അതിനർത്ഥം എന്തുവാ? ഈ 0.5ൽ കൂടുതൽ കറണ്ട് അതിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ബൾബ് എന്തായിട്ട് പോകും? ആ ബൾബ് ഫ്യൂസ് ആയി പോകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഹൗസ്ഹോൾഡ് കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അതുകൊണ്ട് എഴുതിക്കോ, ഹൗസ്ഹോൾഡ് കൺസംപ്ഷൻ ഓഫ്. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ആ ഹെഡിങ് ആയിട്ട് അല്ല ഇതായിട്ട് കിടപ്പുണ്ടേ. ഹൗസ്ഹോൾഡ് കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി എങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ എനർജി ഇൻ കിലോവാട്ട് അവറിലാണ് കണ്ടുപിടിക്കുന്നത്. എനർജി ഇൻ കിലോവാട്ട് അവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പവർ കണ്ടുപിടിക്കാം. പവർ ഇൻ കിലോവാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ചെയ്താൽ മതി. അവർ. ഓക്കെ ആണല്ലോ? ഇനിയും എനിക്ക് എന്താ പവർ കിലോവാട്ടിലല്ല തന്നിരിക്കുന്നത്, വാട്ടിലാണ് തന്നിരിക്കുന്നതെങ്കിലോ? if power is given in വാട്ട്സിലാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എനർജി ഇൻ കിലോവാട്ട് അവർ കണ്ടുപിടിക്കാൻ വേണ്ടി പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000 കൂടെ ചെയ്താൽ. അതായത് കിലോവാട്ടിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കിലോവാട്ട് തന്നിരിക്കുന്ന പവർ ഇൻറ്റു ടൈം ഇൻ അവർ ചെയ്താൽ മതി. പക്ഷെ കിലോവാട്ടിലല്ല, പവർ വാട്ട്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇക്വേഷനിലൂടെ ഡിവൈഡ് ബൈ 1000 കൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? കിലോവാട്ട് അവറിലുള്ള എനർജി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? 1 കിലോവാട്ട് അവറിന് എത്ര കറണ്ട് ആണെന്ന് നോക്കുക, അത് ഇൻറ്റു നിങ്ങൾ ഉപയോഗിച്ച കിലോവാട്ട് അവർ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോവാട്ട് അവർ ഒരു 10 കിലോവാട്ട് അവർ കിട്ടി. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ 10 യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു എന്നുള്ള. 1 കിലോവാട്ട് അവർ യൂണിറ്റ് കറണ്ടിന് 6 റുപ്പീസ് ആണെങ്കിൽ 10 കിലോവാട്ട് അവറിന് എത്ര രൂപയായിരിക്കും? 10 ഇൻറ്റു 6 60 രൂപയായിരിക്കും നിങ്ങൾ അടയ്ക്കുന്നത്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇത് എഴുതണ്ട. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോവാട്ട് അവർ ഇൻറ്റു കോസ്റ്റ് പെർ കിലോവാട്ട് അവർ. ഇതാണ് പൈസ കണ്ടുപിടിക്കാനായിട്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറന്റ്. ലാസ്റ്റ് ടോപ്പിക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറന്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഒരു കണ്ടക്ടറിനകത്ത് പോയി കഴിഞ്ഞാൽ കണ്ടക്ടർ എന്ത് ചെയ്യും? ചൂടാകത്തില്ലേ? അതിനാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്.
ആ ചൂട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയാമോ? അതായത് ഹീറ്റ് അതിലൂടെ പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതായത് 2 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിനകത്തൂടെ കടത്തി വിട്ടാൽ ഉള്ള ഹീറ്റ് എനർജി ആയിരിക്കത്തില്ല 100 ആംപിയർ കറണ്ട് അതുവഴി കടത്തി വിട്ട് കഴിഞ്ഞാൽ. ആ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് എനർജി കൂടും. രണ്ട്, ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ഹീറ്റ് കൂടും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതായത് അഭിനവ് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കയറാൻ വരുമോ? ആരോൺ അത് ഒബ്ജക്ട് ചെയ്തു. കഥയിന്റെ അവിടെ അഭിനവിനെ തെളി പിടിച്ചു. അഭിനവ് എന്ത് ചെയ്യും? ആരോണിനെ തെളിയിട്ട് കയറിയിരിക്കാൻ ശ്രമിക്കും. ആരോൺ നല്ല മസിൽ ആയതുകൊണ്ട് ആരോൺ എന്ത് ചെയ്യും? ആരോൺ നല്ലതായിട്ട് തെളി പിടിക്കും. എന്നാലും ഒരാളെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് ഏകദേശം ഒരേ പവർ ആയതുകൊണ്ട് ചിലപ്പോൾ തെളിയിട്ട് അഭിനവിന് കയറിയിരിക്കാൻ പറ്റും, ഇല്ലേ? എന്നാൽ ആരോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സനയും ദിവ്യയും അതേപോലെ നിരഞ്ജനും അതേപോലെ തന്നെ ദേവനാരായണനും വന്നു. എന്നിട്ട് അഭിനവ് അകത്തോട്ട് ഇടിച്ചു കയറാൻ പോവാം. ഇടിച്ചു കയറാൻ പോകുമ്പോൾ 5 പേര് അവിടെ നിൽക്കുന്നത്. അപ്പൊ അഭിനവ് ആദ്യം ഉപയോഗിച്ച എനർജി ഉപയോഗിച്ചാൽ മതി, അല്ല നല്ലവണ്ണം പ്രവർത്തിക്കണം. അപ്പൊ അഭിനവ് എന്ത് ചെയ്യും? അഭിനവിന്റെ ശരീരം വേർക്കും, അഭിനവിന്റെ ശരീരം ഹീറ്റ് ആവും, അല്ലേ? എന്തുകൊണ്ടാണ് നല്ല ആദ്യമുള്ള ഹീറ്റ് ആണോ ഇപ്പോൾ ഉള്ള ഹീറ്റ്? ആരോണെ തള്ളിയപ്പോൾ ശരീരത്തിൽ ജനറേറ്റ് ചെയ്ത ഹീറ്റ് ആണോ ഇപ്പൊ ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നല്ല ഹീറ്റ് കൂടും. എന്തുകൊണ്ടാ ഹീറ്റ് കൂടി? റെസിസ്റ്റൻസ് കൂടി. റെസിസ്റ്റൻസ് കൂടിയപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് കൂടി. ഓക്കെ ആണല്ലോ? അതുകൊണ്ടായിരിക്കും ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതേപോലെ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. എന്ന് പറഞ്ഞാൽ ഒരു ടി വി 1 മണിക്കൂർ ഓൺ ആക്കിയിട്ട് അതിന്റെ പുറകിൽ പോയി തൊടുമ്പോഴുള്ള ഹീറ്റും ഒരു ടി വി 10 മണിക്കൂർ ഓൺ ആക്കിയിട്ട് അതിന്റെ പുറകിൽ പോയി തൊടുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. ഏതാ കൂടുതൽ? 10 മണിക്കൂർ ടി വി ഓൺ ആക്കിയിട്ട് അതിന്റെ പുറകിൽ പോകും തൊടാൻ പറ്റുമോ? നല്ല ചൂടല്ലേ, അല്ലേ? അതായത് ഫ്രിഡ്ജ് തന്നെ ഉപയോഗിച്ചാൽ ഫ്രിഡ്ജ് തന്നെ നോക്കിയാൽ മതി. 24 മണിക്കൂർ ഓൺ ആക്കിയിട്ട് ഫ്രിഡ്ജിന്റെ പുറകിലോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടായി, അല്ലേ? ആണ്. അപ്പൊ അത് ടൈം കൂടുമ്പോ എന്ത് സംഭവിക്കും? ടൈം കൂടുമ്പോ എന്ത് ചെയ്യും? ഹീറ്റ് എനർജി കൂടും. അപ്പൊ ഇതിനെ മൂന്നിനെ നമ്മൾ ഒരുമിച്ചാണ് എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നും അവിടുന്ന് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതുന്നു. കണ്ടോ? ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കണ്ടോ? ഇതിന് മൂന്നിനും പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് ജൂൾസ് ലോ. ഇതിനെ ദിസ് ലോ ഈസ് കോൾഡ് ജൂൾസ് ലോ. ദിസ് ലോ ഈസ് കോൾഡ് ജൂൾസ് ലോ ഓഫ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങളെ? അതെ സർ. യെസ് സർ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം.